ശേഷം ഉണ്ടാവുന്ന വേവ് ലെങ്ത്. അതായത് നോർമൽ സീമൻ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചതിന് ശേഷം ഉണ്ടാവുന്ന സ്പ്ലിറ്റിങ്ങിന്റെ വേവ് ലെങ്ത് ആണ് ഡെൽറ്റ ലാംഡ. ഇനിയും നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും വെക്കാതെ തന്നെ ആ ലൈനിന് ഉണ്ടാവുന്ന വേവ് ലെങ്ത്, അതായത് ഒറിജിനൽ വേവ് ലെങ്ത് ആണ് ലാംഡ. അതെപ്പോഴും കൂടിയ വാല്യൂ ആയിരിക്കും. അതൊരു സിക്സ് റേഞ്ചിലുള്ള 6000 or 600 റേഞ്ചിലുള്ള നാനോമീറ്റർ ആയിരിക്കും. അതിന്റെ ചേഞ്ച് എപ്പോഴും 0.01, 0.026 ppm അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊന്നും എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. അപ്പോൾ 0.01 എന്ന് വെച്ചാൽ ഇത് ചെറുതാണെന്ന് വെച്ചാൽ ഇത് ഡെൽറ്റ ലാംഡയും 643 ഒറിജിനലാണ്, അത് ലാംഡയാണ്. പിന്നെ ജസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നോക്കിയേടാ, ഇത് ഓപ്ഷൻസ് ടെസ്ലയിലാണ് തന്നിരിക്കുന്നത്, ഒരെണ്ണത്തിന് മാത്രം ടെസ്ലയില്ല. അപ്പം യൂണിറ്റും കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു കേസ് നോക്കിക്കേ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമുക്ക് വേവ് ലെങ്തിൻ്റെ കേസാണെന്ന് വിചാരിക്കുക. ഒരു പ്രോബ്ലം നാനോമീറ്ററിലാണ് വേവ് ലെങ്ത് തന്നിരിക്കുന്നതെങ്കിൽ എപ്പോഴും അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കണം. അതാണ് ഏറ്റവും എളുപ്പമുള്ള പ്രോസസ്സ്. അപ്പം നാനോമീറ്ററിനെ നമ്മൾ മീറ്റർ ആക്കണം. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിലൊക്കെ നോക്കിക്കഴിയുമ്പം സി ഒക്കെ ഉണ്ടല്ലേ, സി എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അവിടെ ഒരു മീറ്ററിൻ്റെ സാന്നിധ്യം ഉണ്ട്. അപ്പം എപ്പോഴും നല്ലത് ചെറുതിനെ വലുതാക്കി കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? നമുക്കറിയാം നാനോമീറ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും 10⁹ എന്ന് പറയുന്ന റേഞ്ചിലാണല്ലോ കാണിക്കുക. ഒരു ക്ലൂ ഞാൻ പറഞ്ഞിട്ടില്ലേ, ചെറുതിനെ വലുതാക്കണമെങ്കിൽ, അതായത് നാനോമീറ്ററിനെ ചെറുതിനെ വലുതാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 10⁻⁹ ചെയ്താൽ മതി. അപ്പോൾ ഏതിനെയാണ് ഏതാക്കേണ്ടത്? അപ്പോൾ ഏതിനെയാണെന്ന് നോക്കിയാൽ മതി. ചെറുതിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇൻറ്റു മൈനസ് ചെയ്യണം. അതായത് ഇപ്പോൾ സെൻറ്റിമീറ്ററിൽ നിന്ന് എനിക്ക് മീറ്റർ ആക്കണ്ടേ വിചാരിക്കാം. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാന്ന് വെച്ചാൽ സെൻറ്റിമീറ്ററിന് മീറ്ററിനെക്കാളും ചെറുതാ. അപ്പോൾ ഇൻറ്റു 10⁻² ചെയ്യണം. നേരെ തിരിച്ചാണെങ്കിൽ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ മീറ്റർ വലിയ ആളാണ്, അതായത് 10⁻² ചെയ്താൽ മതി. അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും വേവ് ലെങ്ത് നാനോമീറ്ററിലാണെങ്കിൽ അതിനെ മീറ്ററിൽ ഇടുക. അപ്പോൾ അതിനെ മീറ്ററിലാക്കി കൺവേർട്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി നമുക്ക് അറിയാവുന്ന ടൈപ്പാണ്. ഒന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. ഒന്നെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. നെറ്റിൻ്റെ PYQയിൽ ഇട്ടേക്കണ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പോൾ യൂണിറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ യൂണിറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് 0.17 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം അത് ടെസ്ലയാണ്. കാരണം ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് എന്താണെങ്കിലും ടെസ്ലയാണ്. അപ്പോൾ ഇവിടെ ഇപ്പം കണ്ടോ, ഇപ്പോൾ നമ്മളിപ്പം ഈ മീറ്ററിലേക്ക്, അതായത് നാനോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമുക്കിപ്പോൾ ഈ 5.17 എന്നൊക്കെ ഉത്തരം കിട്ടും. അപ്പോൾ നോക്കിയേടാ, ഇവിടെ 5.2 ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ഒരാൾ 5.2 അങ്ങ് മാർക്ക് ചെയ്യും. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഫിസിക്സിൻ്റെ